ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈനാമിക് ലിങ്കിനെ കുറിച്ചാണ്. ഡൈനാമിക് ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ പ്രോയും ഒരു ലിങ്ക് വഴി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പലപ്പോഴും എഡിറ്റിങ്ങിനും കളർ കറക്ഷനും വേണ്ടിയാണ് പ്രീമിയർ പ്രോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെ എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുട്ടേജുകളിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ എഫക്ട്സോ സ്പെഷ്യൽ എഫക്ട്സോ വല്ല ടെക്സ്റ്റോ ടൈറ്റിൽ അനിമേഷനോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യാനായിട്ട് ആഫ്റ്റർ എഫക്ട്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പ്രീമിയർ പ്രോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യും, ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ കോമ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു വർക്ക് ഫ്ലോ. രണ്ട് സോഫ്റ്റ്വെയർസ് തമ്മിൽ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫുട്ടേജ് ഞാൻ എക്സ്പോർട്ട് ചെയ്ത് ഒരു ഔട്ടാക്കി അതിനുശേഷം അത് ആഫ്റ്റർ എഫക്ട്സിൽ ഓപ്പൺ ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഈ ഒരു ഡൈനാമിക് ലിങ്ക് മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് വഴി ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ നിന്ന് പ്രീമിയർ പ്രോയിലേക്കും പ്രീമിയർ പ്രോയിൽ നിന്ന് ആഫ്റ്റർ എഫക്ട്സിലേക്കും കൊണ്ടുവരാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമിയർ പ്രോയിൻ്റെ ഒരു പ്രോജക്റ്റ് ഫയൽ ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതിനായിട്ട് ആഫ്റ്റർ എഫക്ട്സ് എടുത്തു. ആഫ്റ്റർ എഫക്ട്സിൽ ഒരു ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങളുടെ പ്രീമിയർ പ്രോ ഫയൽ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിൽ പോവുക. ഞാനിപ്പോൾ പ്രീമിയർ പ്രോയുടെ ഫയൽ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിൽ പോയി. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രീമിയർ പ്രോവിൻ്റെ പ്രൊജക്റ്റ് ഫയൽ കാണാം. ഞാൻ ഈ പ്രൊജക്റ്റ് ഫയൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടിംഗ് വിൻഡോ കാണാം. ഇവിടെ സീക്വൻസ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എൻ്റയർ സീക്വൻസ് ആ സീക്വൻസ് ആയിട്ട് തന്നെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇവിടെ ആ സീക്വൻസ് വന്നിട്ടുണ്ട്. അത് വെച്ച് ഞാനൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ എൻ്റയർ വീഡിയോ ഇൻഡിവിജ്വൽ ക്ലിപ്പ് അല്ലാതെ ആ കംപ്ലീറ്റ് സീക്വൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ സീക്വൻസിൻ്റെ സെയിം ഡ്യൂറേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചേഞ്ച് പ്രീമിയർ പ്രോയിൽ വരുത്തിയാലും അത് ആഫ്റ്റർ എഫക്ട്സിലെ ഈ ഒരു സീക്വൻസിൽ വരും. നിങ്ങൾ ചിലപ്പോൾ ഗ്രേഡിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ട്രാൻസിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവാം. എന്ത് തന്നെ ആയാലും അതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പ്രീമിയർ പ്രോയുടെ ആ ഫയലിൽ വന്നു. അതിനുശേഷം ഈ ഒരു സീക്വൻസിലെ ആ ഒരു എഫക്റ്റ് മാത്രം ഞാനൊന്ന് ഡിസേബിൾ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളർ ചേഞ്ച് കാണാം. ഇനി ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ആ സെയിം ചേഞ്ച് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയി ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ആ ഒരു ഷോട്ടിൽ മാത്രം ആ കളർ ചേഞ്ച് അപ്ലൈ ആയിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ ഈ ഒരു എൻ്റയർ സീക്വൻസിലെ ഏത് ഷോട്ടിൽ നിങ്ങൾ എന്ത് ചേഞ്ച് വരുത്തിയാലും അതെല്ലാം ആഫ്റ്റർ എഫക്ട്സിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. ജസ്റ്റ് രണ്ടാമത്തെ ഷോട്ടിലും ഞാൻ ആ എഫക്റ്റ് ഡിസേബിൾ ചെയ്യുകയാണ്. മൂന്നാമത്തെ ഷോട്ടിലും ഞാൻ ആ എഫക്റ്റ് ഡിസേബിൾ ചെയ്യുകയാണ്. ഓക്കെ, ഇനി ആഫ്റ്റർ എഫക്ട്സ് നോക്കി കഴിഞ്ഞാൽ ചേഞ്ച് ആയി, അപ്ഡേറ്റഡ് ആയതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഞാൻ ഈ ഇടയിലുള്ള ഈ ഒരു ഷോട്ട് എടുത്ത് ലാസ്റ്റ് ഷോട്ടിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളൊക്കെ ഈ ടൈം ലൈനിൽ വരുത്തിയെന്ന് വിചാരിക്കുക. അതും ആഫ്റ്റർ എഫക്ട്സിൽ അപ്ലൈ ആവും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഷോട്ട് ഇരുന്ന പോർഷൻ ബ്ലാങ്ക് സ്ക്രീൻ ആയിട്ടുണ്ടാവും. പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടോ? പക്ഷേ നിങ്ങൾ ഈ എൻഡിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഷോട്ട് വരെ ഉള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വരുത്തിയ ചേഞ്ച് ഇവിടെ കാണുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലിപ്പ് ഇവിടെ വരും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുന്ന കാണിച്ചു തരാം. കോമ്പോസിഷൻ സെറ്റിംഗ്സിൽ പോവുക. അതിനുശേഷം ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യുക. പ്രീമിയർ പ്രോയിൽ ഏത് ഡ്യൂറേഷനാണോ കിടക്കുന്നത് ആ ഡ്യൂറേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 28:10 കിടക്കുന്നത്. ഞാനത് തന്നെ ഇവിടെയും കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടൈം ലൈനിൽ അത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ? ഇനി ഈ ട്രിമ്മായി പോയ ലെയർ ഫുള്ളിലേക്ക് ഇട്ടാൽ മതി. നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് നിങ്ങൾക്ക് ആ ഷോട്ട് കാണാം, ആ എൻഡിൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രീമിയറിൽ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ അപ്ഡേറ്റ് ആക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പരമാവധി എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഇത് അൺഡു ചെയ്യാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഷോട്ട് മാത്രം എങ്ങനെ ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അത് നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്നൊരു ഫംഗ്ഷനാണ്. ഉദാഹരണത്തിന് ഈ ഒരു ലാസ്റ്റ് ഷോട്ട് നോക്കുക. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. കുറെ കാസ് മൂവ് ചെയ്യുന്ന ഒരു ഷോട്ടാണ്. ഈ ഒരു ഷോട്ടിൽ എനിക്ക് ചെറിയൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ പ്ലേസ് ചെയ്യുകയാണ്. ആ ടെക്സ്റ്റ് ഈ കാറിൻ്റെ ഒപ്പം മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു എഫക്റ്റ് ഞാൻ ഈ ഷോട്ടിന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ എൻ്റയർ സീക്വൻസ് എടുത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് എഡിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഈ ഒരു ഷോട്ട് മാത്രം സെലക്ട് ചെയ്യുക.
റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീപ്ലേസ് വിത്ത് ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആഫ്റ്റർ എഫക്ട്സ് ഫയലിൽ ഒരു പുതിയ സീക്വൻസ് ആയിട്ട് അത് വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ആഫ്റ്റർ എഫക്ട്സിൽ പുതിയൊരു കോമ്പോസിഷനായിട്ട് അത് വന്നിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് മാത്രം ഒരു പുതിയ കോമ്പോസിഷനായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അതിന് മുമ്പത്തെയോ ശേഷമോ ഉള്ള വിഷ്വൽസ് ഒന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആഫ്റ്റർ എഫക്ട്സ് പ്രൊജക്റ്റിലാണ്. നിങ്ങൾക്ക് ഇതൊരു പുതിയ പ്രൊജക്റ്റായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് ക്ലോസ് ചെയ്തതിന് ശേഷം സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് വിത്ത് ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആവും. അവിടെ പുതിയൊരു കോമ്പോസിഷനായിട്ട് നിങ്ങളുടെ ആ ഒരു ക്ലിപ്പ് ലോഡായിട്ടുണ്ടാവും. അതിനുശേഷം ആ ഫയൽ സേവ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആ പറഞ്ഞ എഫക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ്. ഇതാണ് ആ കാറ്. ഓക്കെ, നമുക്ക് ആ കാറ് വരുന്ന പോർഷൻ മുതൽ മാത്രം ഞാനൊന്ന് ട്രിം ചെയ്തെടുക്കുകയാണ്. കൺട്രോൾ ഡി ഞെക്കി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനുശേഷം അത് ട്രിം ചെയ്യുകയാണ്. ഏകദേശം ഇവിടം വരെ മതി നമുക്ക്. അതും ഞാൻ ട്രിം ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ വേണ്ട ടെക്സ്റ്റ് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ടെക്സ്റ്റ് ടൂൾ എടുത്തു, ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം ആ ടെക്സ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യാണ്. ഈ ഒരു സൈസ് മതി എനിക്ക്. ഓക്കെ, അതിനുശേഷം ഞാൻ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫുട്ടേജിൻ്റെ അവിടെ വരെ ട്രിം ചെയ്യുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുതലേ ആ ടെക്സ്റ്റ് ഇവിടെ ഉള്ളൂ. ഇവിടെ ആവുമ്പോൾ അത് എൻഡായി പോകും. അതിനുശേഷം ഫയൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ സേവ് ചെയ്ത് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ജസ്റ്റ് പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ടെക്സ്റ്റ് വരും. കണ്ടോ, ഇതുപോലെ എന്ത് ചേഞ്ചസ് ആഫ്റ്റർ എഫക്ട്സിൽ വരുത്തിയാലും അതെല്ലാം ഇവിടെ അഫക്റ്റ് ആവും. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനായിട്ട് നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സിൽ പോകണമെന്നില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ എഡിറ്റബിൾ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ആ ടെക്സ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അവിടെ ചേഞ്ച് വരുത്തിയാൽ മതി. കണ്ടോ, ഓക്കെ, ടെക്സ്റ്റ് ലേയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെയാണ് നമുക്ക് അത്തരം ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. സ്പെഷ്യൽ എഫക്ട്സിലൊന്നും നമുക്ക് അത്തരം ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഞാനിപ്പോൾ തൽക്കാലം ഇത് അൺഡു ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെക്സ്റ്റ് ആ കാറിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന പോലുള്ളൊരു എഫക്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ട്രാക്കർ. ജസ്റ്റ് ട്രാക്കർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ട്രാക്കർ കാണുന്നില്ലെങ്കിൽ വിൻഡോയിൽ പോവുക, അവിടെ ട്രാക്കർ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. പുതിയൊരു വിൻഡോ ആയിട്ട് വരും. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ട്രാക്ക് ക്യാമറ, ട്രാക്ക് മോഷൻ, സ്റ്റെബിലൈസ് മോഷൻ, വാപ്പ് സ്റ്റെബിലൈസർ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ ഞാനിപ്പോൾ ട്രാക്ക് മോഷനാണ് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ആ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ട്രാക്ക് മോഷൻ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ഫുട്ടേജ് കോമ്പോസിഷനിൽ നിന്ന് മാറി ഒരു ലെയറായി ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രാക്ക് പോയിന്റ് 1 എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഏത് പോയിന്റാണോ ട്രാക്ക് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. ഇത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് കളേഴ്സ് യൂസ് ചെയ്താണ്. ഇപ്പോൾ ഡാർക്ക് ആയ ഒരു കളർ അല്ലെങ്കിൽ ആ ഒരു പിക്സൽ മാത്രം ഫോക്കസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുവാണ്. അതിനുശേഷം ഇവിടെ 2 ബോക്സുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഒന്നാമത്തെ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ട്രാക്ക് ചെയ്യേണ്ട ആ ഒരു പോയിന്റ് വരേണ്ട ലിമിറ്റാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഈ ഒരു സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ ഏത് ഏരിയയിൽ സെർച്ച് ചെയ്യണം എന്നുള്ളൊരു ബോക്സാണ്. അതായത് ഈ ബോക്സിന്റെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഏരിയയിൽ നിന്ന് ഈ ഒരു കളർ മാത്രം അത് സെർച്ച് ചെയ്തെടുക്കും. ട്രാക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ട്രാക്ക് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തൽക്കാലം ഞാനിത് ചെറുതാക്കി വെക്കുകയാണ്. ഇനി നമുക്ക് ട്രാക്കറിന്റെ ഓപ്ഷൻസിലേക്ക് വരാം. ഇവിടെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ട്രാക്ക് ടൈപ്പ് ട്രാൻസ്ഫോം ആണ്. അത് നിങ്ങൾക്ക് മാറ്റാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. നെക്സ്റ്റ് വരുന്നത് പൊസിഷൻ, റൊട്ടേഷൻ, സ്കെയിൽ, അങ്ങനെ ഒരു 3 ഓപ്ഷൻസ് ആണ്. ഇതിലിപ്പോൾ ഞാൻ പൊസിഷൻ മാത്രമേ ടിക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഒരു സ്റ്റാറ്റിക് ഷോട്ട് ആയതുകൊണ്ട് തന്നെ വലിയ സൂമിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്കെയിലും റൊട്ടേഷനും ഞാൻ കൊടുക്കുന്നില്ല. പൊസിഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 2 പ്ലേ ബട്ടൺ കാണാം.
നമ്മൾ നോർമലി ട്രാക്ക് ചെയ്യുമ്പോൾ ഫോർവേഡ് ട്രാക്ക് ചെയ്യാനും ബാക്ക്വേർഡ് ട്രാക്ക് ചെയ്യാനുമുള്ള 2 ഐക്കൺസ് ആണിത്. ഞാനിപ്പോൾ ഫുട്ടേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഫോർവേഡ് ട്രാക്ക് ചെയ്യാണ്. ഒരു മിഡിൽ എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പോയിന്റ്സ് കാണാം. ഈ പോയിന്റ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ കാറിൻ്റെ ഒപ്പമാണ് ട്രാക്കർ പോകുന്നത്. അത്രയും പോയിന്റ്സ് ഇവിടെ ട്രാക്കായി കീ ഫ്രെയിം വീണ് കഴിഞ്ഞു. ഞാനിത് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, അതുവരെ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് ട്രാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിൻ്റെ പാത്ത് നമുക്കിവിടെ കാണാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാക്കറിലേക്ക് ഈ ടെക്സ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്കൊരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നൾ ഒബ്ജക്റ്റ് വേറെ ഒന്നുമല്ല, ജസ്റ്റ് ലെയേഴ്സിൽ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂവിൽ പോവുക. ഇവിടെ നൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നൾ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ലെയർ വിസിബിൾ ആയിരിക്കില്ല. ഈ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ലെയറിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ യൂസ് എന്താണെന്ന്. ഒരുപാട് യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നൾ ഒബ്ജക്റ്റിലേക്ക് സ്പെസിഫിക് ഡാറ്റയോ പോയിന്റ്സോ കീ ഫ്രെയിംസോ അനിമേഷൻസോ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പാരന്റ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ഈ ഒരു ഒറ്റ കൺട്രോൾ അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ നൾ ഒബ്ജക്റ്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സ് പല പൊസിഷനിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്, ഈ സൈഡിൽ ഒരു ഷേപ്പ് ഉണ്ട് എന്നൊക്കെ വിചാരിക്കുക. ഈ 2 ഷേപ്പ് നമുക്ക് ഒരേ സമയം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സ്ഥലത്തും കീ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒരു 10 സെക്കൻഡുള്ള ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഞാൻ 2 ഷേപ്സ് ആഡ് ചെയ്യാണ്. ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് എടുത്തു. അതിനുശേഷം അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. രണ്ടാമതായിട്ടും ഒരു ചെറിയ സ്റ്റാർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കളർ ഞാൻ ജസ്റ്റ് ഒരു റെഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 ഷേപ്പ് ലേയേഴ്സ് കാണാം. ഞാൻ ഈ 2 ഷേപ്പ് ലേയേഴ്സിനും റൊട്ടേഷന് ഒരു ചെറിയ അനിമേഷൻ കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ ആങ്കർ പോയിന്റ് ഇവിടെയാണ്. ഞാനത് സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. അതിനായിട്ട് ആങ്കർ പോയിന്റിൻ്റെ ടൂൾ എടുത്തു. കൺട്രോൾ ഞെക്കി പിടിച്ച് അതിനെ മിഡിലേക്ക് ആക്കി. രണ്ടാമത്തവും സെലക്ട് ചെയ്തു. അതിൻ്റെ ആങ്കർ പോയിന്റ് മിഡിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അതിനുശേഷം 2 ലേയേഴ്സ് ഞാൻ സെലക്ട് ചെയ്തു. 6 പ്രസ് ചെയ്ത് റൊട്ടേഷൻ്റെ സെറ്റിംഗ്സ് എടുത്തു. അവിടെ ഞാൻ കീ കൊടുത്തു. ഒരു 3-ാമത്തെ സെക്കൻഡിൽ ഞാൻ അതിൻ്റെ വാല്യൂ ഒന്ന് അപ്പ് ചെയ്യാണ്. ഇനി അതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സ്റ്റാർസ് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. ഓക്കെ, എനിക്ക് ഈ 2 സ്റ്റാർസും മൂവ് ചെയ്യുന്നൊരു അനിമേഷൻ വേണമെന്ന് വിചാരിക്കുക. ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് സ്റ്റാർ ഞാൻ എടുത്തു. ഈ റെഡ് സ്റ്റാർ എനിക്ക് ഈ പൊസിഷനിൽ നിന്ന് താഴത്തേക്ക് വരണം. ഈ യെല്ലോ സ്റ്റാറും എനിക്ക് ഈ പൊസിഷനിൽ നിന്ന് താഴത്തേക്ക് വരണം. ഇത് രണ്ടും എനിക്ക് ഒരേ ടൈമിൽ ഒരേപോലെ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 സെലക്ട് ചെയ്തു, അതിൻ്റെ പൊസിഷൻ എടുത്തു. 2നും നമ്മൾ കീ ഫ്രെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 2നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പൊസിഷൻ്റെ കീ കൊടുക്കണം. ഇത് പൊസിഷൻ എന്നല്ല, റൊട്ടേഷൻ ആവട്ടെ, സ്കെയിൽ ആവട്ടെ, എന്ത് വാല്യൂ ആണെങ്കിലും അത് നമുക്ക് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 2 ലെയറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 15-20 ലെയേഴ്സ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാത്തിനെയും ഇൻഡിവിജ്വലി സെലക്ട് ചെയ്ത് ഇങ്ങനെ പൊസിഷനോ റൊട്ടേഷനോ ഒക്കെ വാല്യൂസ് കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് നൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതാണ് നൾ ഒബ്ജക്റ്റ്. ഈ നൾ ഒബ്ജക്റ്റിൻ്റെ ആങ്കർ പോയിന്റ് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഈ 2 ഒബ്ജക്ട്സും ഞാൻ ഈ നൾ ഒബ്ജക്റ്റിലേക്ക് പാരന്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് പാരന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇവിടെ പാരന്റ് ആൻഡ് ലിങ്ക് എന്നുള്ളതിൻ്റെ താഴെ നൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് അവിടെ ഇഷ്ടമുള്ള ലെയർ സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ലെയേഴ്സും കാണിക്കും. ഇപ്പം നൾ 2 എന്ന് പറയുന്ന നള്ളിലേക്ക് എനിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അല്ലാതെ ജസ്റ്റ് ഈ കാണുന്ന ഒരു ഐക്കൺ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഏതൊരു ലെയർ ആണോ നിങ്ങൾക്ക് പാരന്റ് ചെയ്യേണ്ടത് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓക്കെ, ഇപ്പോൾ ഈ 2 സ്റ്റാർസും ഇതിലേക്ക് പാരന്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ നൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ നള്ളിൻ്റെ ഒപ്പം ആ 2 സ്റ്റാർസ് മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പാരന്റ് ചെയ്തൊക്കെ വർക്ക് ചെയ്യാനാണ് നമ്മൾ നൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫയലിലേക്ക് വരാം. ഇനി ഞാൻ ഈ നൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ നൾ ഒബ്ജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കട്ട് ചെയ്യുകയാണ്. നൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കാറിൻ്റെ പൊസിഷനിലേക്ക് ഇത് കൊണ്ടുപോയി വെക്കേണ്ടതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ട്രാക്ക് ചെയ്ത ഡാറ്റ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കീ ഫ്രെയിംസ് ഈ നൾ ഒബ്ജക്റ്റിലായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണോ അവിടെ മുതലായിരിക്കും ഇതിന് കീ ഫ്രെയിം വീഴുക. ഓക്കെ, ഇനി ലെയറിലേക്ക് പോവുക. അതിനുശേഷം ഈ ട്രാക്ക് പോയിന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ എഡിറ്റ് ടാർഗറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഓൾറെഡി നൾ 1 എന്ന് നിങ്ങൾക്ക് കാണാം. അത് മാറ്റി നിങ്ങൾക്ക് ഏത് ലെയർ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. നൾ 2 ഉണ്ടെങ്കിൽ നൾ 2 കൊടുക്കാം, 3 ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ലെയർ ഇവിടെ കാണാം അത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ വേണ്ടത് നൾ ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നൾ കൊടുത്തു.
അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇനി ഇവിടെ അപ്ലൈ കൊടുക്കാം. ഇപ്പം നമ്മൾ മോഷൻ ടാർഗറ്റ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യണം. ഈ ട്രാക്കിംഗ് ഡാറ്റ നമുക്ക് ആ നൾ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം. അതിനായിട്ട് ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. ഇവിടെ അപ്ലൈ ഡയമെൻഷൻസ് എക്സ് ആൻഡ് വൈ എന്നുള്ള ഓപ്ഷൻ കാണാം. എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇതൊരു 2D ട്രാക്കിംഗ് ആയതുകൊണ്ടാണ് ഇവിടെ എക്സ് ആൻഡ് വൈ എന്നുള്ളത്, എക്സ് വൈ സെഡ് എന്നില്ലാത്തത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എക്സ് ആക്സിസിൽ മാത്രമുള്ള മൂവ്മെന്റ് അപ്ലൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് ഓൺലി കൊടുക്കാം. വൈ ആക്സിസിലേക്ക് മാത്രം മതിയെങ്കിൽ വൈ ഓൺലി കൊടുക്കാം. നമുക്ക് ഇതൊരു ലൈൻ പോലെ പോകാതെ ഈ ട്രാക്കിൽ കൂടി മാത്രം പോകാൻ വേണ്ടിയാണ് എക്സ് ആൻഡ് വൈ എന്ന് കൊടുത്തിരിക്കുന്നത്. അത് ഓക്കെ കൊടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നൾ ഒബ്ജക്റ്റ് കാറിന്റെ ഫ്രണ്ടിൽ കാണാം. ഇവിടെ ട്രാക്ക് പോയിന്റിന് കുറച്ച് കീ ഫ്രെയിംസ് ഉണ്ട്. നൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഈ കീ ഫ്രെയിംസ് കാണാം. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ കാർ എന്ന് പറയുന്ന ടെക്സ്റ്റ് എടുത്തു, ഏറ്റവും മുകളിലേക്ക് വെച്ചു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ആ പൊസിഷനിൽ വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ആങ്കർ പോയിന്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് മിഡിലേക്ക് വെക്കുകയാണ്. ഇനി ഈ ടെക്സ്റ്റ് നള്ളിലേക്ക് പാരന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നള്ളിൻ്റെ ഒപ്പം തന്നെ ആ ടെക്സ്റ്റ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഇപ്പം ഇത് പ്ലേ ആവാനായിട്ട് കുറച്ചൊരു ലാഗ് ഉണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ക്യാഷ് കുറച്ച് കൂടിയത് കൊണ്ടുമാണ്. ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. ഇവിടെ ക്യാഷ് കളയാനായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. എഡിറ്റിൽ വെർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഓൾ മെമ്മറി ആൻഡ് ഡിസ്ക് ക്യാഷ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യാഷയും കാണിച്ചു തരും. ഇവിടെ ഏകദേശം എത്ര ഫയൽ സൈസിലുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് എന്നിവിടെ കാണിച്ചു തരും. കണ്ടോ? അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് സിസ്റ്റം റൺ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് അതിൻ്റെ ഒപ്പം ഫോളോ ചെയ്യുന്നത് കാണാം. ഓക്കെ, അത് ഫോളോ ചെയ്യുന്നതുണ്ടോ? ആ ട്രാക്കിംഗ് ഡാറ്റ കൊടുത്തിരിക്കുന്ന പോയിന്റ് വരെ ആ ടെക്സ്റ്റ് അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. വല്ല ഇമേജോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ട്രാക്ക് ചെയ്യണമെന്നില്ല. ഓൾറെഡി ട്രാക്ക് ചെയ്ത ആ ഡാറ്റ നമ്മൾ നള്ളിന് കൊടുത്തിട്ടുണ്ട്. ആ നള്ളിലേക്ക് പാരന്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇവിടെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടാർഗറ്റിൻ്റെ ഐക്കൺ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുകയാണ്. അതിനുശേഷം ജസ്റ്റ് ആ പൊസിഷനിൽ കൊണ്ടുവച്ചു. ടെക്സ്റ്റിൻ്റെ പൊസിഷൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇനി ഈ PNG ഇമേജ് ഞാൻ നള്ളിലേക്ക് പാരന്റ് ചെയ്തു. പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഫോളോ ചെയ്യുന്നുണ്ടോ? ഇനിയും എന്തെങ്കിലും അഡീഷണൽ ടെക്സ്റ്റോ ഇമേജസോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ പാരന്റ് ചെയ്ത് ഈ ട്രാക്കിലേക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അതൊന്നും ട്രാക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യില്ല. അതെല്ലാം ഇതിനെ ഫോളോ ചെയ്ത് പൊക്കോളും. ഇനി ജസ്റ്റ് ഞാനിതിൻ്റെ ഒപ്പാസിറ്റിക്ക് ഒരു ചെറിയ അനിമേഷൻ കൊടുക്കുവാണ്. അതിനായിട്ട് ഒപ്പാസിറ്റിയുടെ ഒരു കീ കൊടുത്തു. ഇതിൻ്റെ വാല്യൂ 0 ആക്കി. ഓക്കെ, നെക്സ്റ്റ് ഞാനതിൻ്റെ എൻഡിലും ഒരു അനിമേഷൻ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കീ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു പോയിന്റ് മുതലാണ് എനിക്ക് അനിമേഷൻ വേണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സെയിം വാല്യൂവിൽ എനിക്ക് ഇവിടെയും ഒരു കീ വേണം. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കീയുടെ വാല്യൂ ഈ സെയിം ആയിരിക്കണം. അതിനായിട്ട് ഈ കീയുടെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ വെച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം വാല്യൂയിലുള്ള ഒരു കീ ഇവിടെ വീഴും. ഓക്കെ, അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അതിൻ്റെ വാല്യൂ 0ലേക്ക് കൊടുത്തു. ഇനി അതൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ഫെയ്ഡായി പോകുന്നതായിട്ട് കാണാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ PNGക്കും ചെറിയൊരു അനിമേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ചെറിയൊരു സ്കെയിൽ അനിമേഷൻ കൊടുക്കാം നമുക്ക്. ഒപ്പാസിറ്റിക്കും ചെറിയൊരു അനിമേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ആ കീ ഫ്രെയിംസ് ഒന്ന് സ്മൂത്ത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് F9 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്മൂത്ത് ആക്കാം. അതിനുശേഷം ഇതിൻ്റെ എൻഡിലും ഞാൻ അതേ സെയിം പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഈ കീ ഫ്രെയിംസിൻ്റെ ഗ്രാഫ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് എഡിറ്റർ കാണാം.
ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, കാരണം നമ്മൾ ആ കീ ഫ്രെയിംസ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം ഈ 2 കീ ഫ്രെയിംസിന്റെ ഗ്രാഫ് കാണിച്ചു തരാം. കണ്ടോ? ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് ഇരിക്കുന്നത്. സ്കെയിലിന്റെ ഗ്രാഫാണിത്. ഒപ്പാസിറ്റിയുടെ ഗ്രാഫാണിത്. കണ്ടോ? ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രാഫിന് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഓക്കെ. അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ അനിമേഷൻസിന്റെ ക്ലാസ്സിൽ പറയാം. തൽക്കാലം ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യാണ്. ഇനി നമുക്ക് പ്രീമിയർ പ്രോയിൽ ഈ ചേഞ്ചസ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പ്രീമിയർ പ്രോയിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ പ്രിവ്യൂ റെൻഡർ ആവാത്തതുകൊണ്ടാണ്. ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്ത് റെൻഡർ ചെയ്യാണ്. ഓക്കെ, റെൻഡർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? ഇങ്ങനെ നമുക്ക് പ്രീമിയറിൽ നിന്ന് ആഫ്റ്റർ എഫക്ട്സിലേക്ക് ക്ലിപ്പ് കൊണ്ടുപോയി എഫക്ട്സും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് റെൻഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ.